ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ടെറസിന് മുകളിൽ വന്നേക്കാട്ടോ. അപ്പോൾ അവിടെ എൻ്റെ നീല ശംഖുപുഷ്പത്തിൽ കട്ടപുഷ്പമല്ലേ, അതിൽ നിറയെ പൂണ്ട്. അപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുത്തതാണ്. നല്ല ഭംഗിയായിട്ട് കണ്ടിട്ടോ കാണാൻ. അപ്പോൾ ഇതിൻ്റെ ഒറ്റ ശംഖുപുഷ്പം ഉണ്ട് കേട്ടോ, നീല കളർ തന്നെ, ഒറ്റ ഇതളിൻ്റെ ഉണ്ട്. ഇത് അടുക്കുള്ള അടുക്ക് പുഷ്പമാട്ടോ. ഇത് കാണാൻ നല്ല രസമാണ്. ഞാനിപ്പോൾ മുകളിലേക്ക് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ വഴുതനങ്ങ ഉണ്ടായി കണ്ടിട്ടോ, അത് പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇന്ന് വഴുതനങ്ങ വെച്ചിട്ടൊരു അടിപൊളി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഒഴിച്ചു കറിയായിട്ട് ഊണിന് നമുക്ക് ഈ കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ കഴിക്കാനായിട്ട്. ഇതൊരു സ്പെഷ്യൽ കറിയാണ്. അപ്പോൾ ഇത് എന്തായാലും വഴുതനങ്ങ ഇപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന സംഭവമാണല്ലോ. ഏത് കടയിലും വഴുതനങ്ങ വാങ്ങാൻ കിട്ടും. ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ കറി സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് മൂത്ത് പോണേക്കാളും മുമ്പ് അത് പൊട്ടിച്ചെടുക്കുകയാണ്. ഇത് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളില്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് അരിയൊക്കെ അങ്ങോട്ട് കല്ല് പോലെയാവും. അപ്പോൾ ഞാനതെല്ലാം പൊട്ടിച്ചെടുത്തു. എന്നാലാണ് ഇനി വേറെ ഉണ്ടായി വരുള്ളൂ. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഞാൻ അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്, അതിൻ്റെ കറയൊക്കെ ഇളകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി കറി വയ്ക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മളിത് തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ്. പക്ഷേ ഒരു വറുത്തരച്ച കറിയാണ്. പക്ഷേ നമ്മൾ തേങ്ങ വറക്കില്ല. അങ്ങനെയാട്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന്. പിന്നെ അതിൽ ഞാൻ ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചട്ടി ചൂടാവാൻ വെച്ചിട്ട് നന്നായിട്ട് അത് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തീ സിമ്മിലേക്ക് ഇടണം, പൊടികൾ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചട്ടി കനമുള്ള ചട്ടിയാണെങ്കിൽ തീ ഓഫ് ചെയ്തിട്ടിട്ട് പൊടികൾ ഇട്ടാൽ മതി. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലെണ്ണയിൽ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. നമ്മൾ കേരളത്തിലുള്ളവർക്ക് വെളിച്ചെണ്ണയോടാണല്ലോ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇട്ട് കൊടുത്ത പൊടി ഉലുവ പൊടി കേട്ടോ. ഉലുവ വറുത്ത് പൊടിച്ചത്, വെറുതെ പ്ലെയിനായിട്ട് ഉലുവ വറുത്തിട്ട് പൊടിച്ച പൊടി ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. 2 സ്പൂൺ തന്നെ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പൊടികൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചപ്പെല്ലാം പോകണ വരെ നല്ലപോലെ വറുത്തെടുക്കണം. ഇത് കഴിയുമ്പോഴത്തേനും തീ ഓഫ് ചെയ്തിട്ടിട്ട് ചട്ടിയുടെ ചൂടിൽ അതങ്ങനെ മുരിഞ്ഞ് വന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പൊടിയുടെ പച്ചപ്പ് പോകണ വരെ വറുത്തെടുക്കുക. ഇത് ഉലുവ നമ്മൾ താളിക്കുമ്പോൾ ഉലുവ മാത്രമായിട്ട് ഇട്ടാൽ പോരെ അങ്ങനെ വിചാരിക്കരുത്. ഉലുവ പൊടി തന്നെ ചേർക്കണം കേട്ടോ, അപ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് തേങ്ങ ചിരകി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് വറുക്കരുത്, അത് പച്ചന തന്നെ വേണം. കണ്ടോ, ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് ഈ പൊടികളെല്ലാം മൂത്തിരിക്കണതല്ലേ, അതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂണ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അരിപ്പൊടി കയ്യിലില്ലാത്തവർക്ക് നേരത്തെ തന്നെ 1 സ്പൂൺ പച്ചരി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് നമ്മൾ ഈ തേങ്ങ അരയ്ക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇപ്പോൾ ഞാൻ 1/2 സ്പൂണ് അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് ആ പൊടികളെല്ലാം ഈ തേങ്ങയിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ച് വന്നിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കാം. അപ്പോൾ ഈ ചട്ടിയിലേക്ക് ഞാൻ ആ വഴുതനങ്ങയുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചില ആളുകൾക്ക് വഴുതനങ്ങ നല്ല ഇഷ്ടമായിരിക്കും, ചിലർക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ലാത്തവരും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ വഴുതനങ്ങ വെന്ത് വരുമ്പോഴത്തേനും നമ്മളിപ്പോൾ മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ കുഴഞ്ഞു പോകില്ല. അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ പഴുപ്പൊക്കെ ഇറങ്ങി വരുമ്പോൾ ആ ഉടയണത് കൊണ്ടാണ് ചിലർക്ക് ആ വഴുതനങ്ങ ഇഷ്ടമല്ലാത്തത്. പക്ഷേ നമ്മൾ ഈ കറി വെച്ച് കഴിഞ്ഞാൽ ഈ വഴുതനങ്ങ കഷ്ണങ്ങൾ ഉടയേ ഇല്ല കേട്ടോ. ഇത് നമ്മൾ കഴിക്കുമ്പോൾ ഇത് വഴുതനങ്ങ കഷ്ണങ്ങൾ കഴിക്കും പോലെയല്ല തോന്നണത്, ഇത് വേറെന്തോ കഴിക്കും പോലെ നമുക്ക് തോന്നും. നമ്മൾ പുളി ചേർത്തിട്ട് പുളി ഇട്ടിട്ടാണുള്ളത് ഈ വഴുതനങ്ങ വേവിച്ചെടുക്കണത്, അതുകൊണ്ടാണിത് ഉടഞ്ഞു പോകാത്തത്. അപ്പോൾ കണ്ടോ, ഇതിപ്പോൾ നമ്മൾ അരപ്പൊക്കെ കൂട്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് വയ്ക്കുക. അപ്പോൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് അധികം തന്നെ ഒഴിക്കണം കേട്ടോ. ഇത് അരിപ്പൊടിയും പച്ചരിയൊക്കെ നമ്മൾ അരച്ച് ചേർക്കണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറുകി വരും. ഇരിക്കും തോറും ഈ കറി നന്നായിട്ട് കുറുകി വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൂസിൽ വേണം വേവിക്കാനായിട്ട് വയ്ക്കാൻ. ഇനി അതവിടെ ഇരുന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോഴത്തേനും കുറച്ച് ചെറിയ ഉള്ളി ഒക്കെ ക്ലീനാക്കി എടുക്കണം. അത് ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചു. അപ്പോൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്തില്ലെങ്കിൽ ഇത് തിളച്ച് അടുപ്പിലേക്ക് ചാടും കേട്ടോ. അത്രയും തിങ്ങിയിരിക്കുകയാണല്ലോ കറി കലത്തിൽ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ വഴുതനങ്ങൾ 3/4 വേവോളമായിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നും കൂടി വെന്താൽ മതി. അപ്പോഴത്തേനും ഇനി വേണമെങ്കിൽ തീ ഓഫ് ചെയ്തിടാം, കാരണം ഈ ചട്ടി നല്ല കൽച്ചട്ടിയാണ്, നന്നായിട്ട് ചൂട് പിടിച്ചിട്ടുണ്ടാവും. അവിടെ തന്നെ ഇരുന്നത് തിളച്ച് വെന്തോളും.
ഇനി ഈ കറി താളിക്കാനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക്. അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. ചുവന്നുള്ളി എത്ര കൂടുതൽ ഇടണോ അത്രയും നല്ലതാട്ടോ. ചുവന്നുള്ളിയുടെ അളവിനൊന്നും ഒരു അളവൊന്നുമില്ല, എത്ര വേണമെങ്കിലും ഇടാം. അത് വട്ടത്തിലരിയാതെ നീളത്തിലരിഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ചുവന്നുള്ളി നമുക്ക് നന്നായിട്ട് ഇങ്ങനെ മൂത്ത് ഇങ്ങനെ ബ്രൗൺ കളറൊന്നും ആവരുത്, നല്ലപോലെ വാടിയാൽ മതി. അങ്ങനെ വാടി വരുമ്പോഴത്തേനും അതിലേക്ക് പച്ചമുളക് 2 കീറിയിട്ട് കൊടുക്കാം. ഈ വറ്റൽമുളക് ഇടണമെന്നുള്ളവർക്ക് കടുക് വറുക്കണ സമയത്ത് വറ്റൽമുളക് ഇടാം കേട്ടോ. വറ്റൽമുളക് ഇട്ടു എന്ന് വിചാരിച്ച് പച്ചമുളക് ഇടാതെ ഇരിക്കേണ്ട, പച്ചമുളക് ഇടണം. ഇത് ലാസ്റ്റ് വെറുതെ ഒരു ഫ്ലേവറിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ കാന്താരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് മൂത്തല്ലോ. ഇനി അത് ഒരുപാട് നേരോട്ട് അങ്ങനെ വേപ്പിലയുടെ കളറൊന്നും പോകണ വരെയും ചെയ്യരുത്. ഒന്ന് വാടി കഴിയുമ്പോൾ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, കറി വീണ്ടും ഇരുന്നിങ്ങനെ തിളച്ച് കുറുകിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇരിക്കും തോറും ഈ കറി കുറുകി വരും. നമ്മൾ ഊണ് കഴിക്കാറാകുമ്പോഴത്തേനും നല്ല കൊഴുത്തൊരു കറിയായിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ വറുത്ത് വെച്ചത് ഇട്ടിട്ട് ഇളക്കി കഴിയുമ്പോഴാണ് ഈ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോണത്. അപ്പോഴാട്ടോ നല്ല ടേസ്റ്റിയാണ് ഈ കറി. എന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ വഴുതനങ്ങയ്ക്കാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. വഴുതനങ്ങ ഹൃദ്രോഗം ഉള്ളവർക്ക് വരെയും ഏറ്റവും നല്ലൊരു വെജിറ്റബിളാണ് വഴുതനങ്ങ. അതായത് നമ്മുടെ ഹൃദയത്തിലേക്കുള്ള ആ രക്തപ്രവാഹമൊക്കെ വർദ്ധിപ്പിച്ചിട്ട് ഹൃദയത്തിൻ്റെ കോശങ്ങളുടെ വ്യാസം വർദ്ധിപ്പിക്കാനൊക്കെ ഈ വഴുതനങ്ങയ്ക്ക് നല്ല കഴിവുണ്ടെന്നാണ് കേട്ടോ പറയണത്. അപ്പോൾ അത് ഹൃദ്രോഗികളൊക്കെ ഡെയിലി ഡയറ്റിൽ മിതമായ അളവിൽ ഉൾപ്പെടുത്തണം. അമിതമായിട്ട് ഉപയോഗിച്ചാൽ അധികമായാൽ അമൃതവിഷം എന്ന് പറഞ്ഞ പോലെ ഇതിന് സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഹൃദ്രോഗികൾക്ക് ഡെയിലി ഡയറ്റിൽ ഇത് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ നമ്മുടെ കണ്ണ് രോഗമുള്ളവർക്കും വെള്ളപ്പാണ്ടുള്ളവർക്കും വഴുതനങ്ങ പറ്റില്ല കേട്ടോ. കണ്ണ് രോഗമുള്ളവരും വെള്ളപ്പാണ്ടുള്ളവരും വഴുതനങ്ങ ഉപയോഗിക്കരുതെന്ന് നമ്മുടെ അഷ്ടാംഗ ഹൃദയത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ വരാം.